രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന വിദേശ ഫണ്ടിങ്ങിന്മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ വീണ്ടും ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. വരാൻ പോകുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ പാസാക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലുകളുടെ മുൻഗണനാ പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും ആദ്യത്തെ പേരായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ അഥവാ FCRA ബില്ലാണ്. രാജ്യത്തിനകത്തേക്ക് ഒഴുകുന്ന അവിഹിതമായ വിദേശ പണത്തിന്റെ ഉറവിടങ്ങളും അവയുടെ വിനിയോഗവും പൂർണ്ണമായും സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ നിയമ ഭേദഗതിയായി കൊണ്ടുവരുന്നത്. 18ാം ലോക്സഭയുടെ 8ാമത് സമ്മേളനത്തിൽ പരിഗണിക്കുന്ന ഈ ബിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ സുപ്രധാന നീക്കം രാജ്യവിരുദ്ധ ശക്തികൾക്കും അവരുടെ തണലിൽ കഴിയുന്ന സഭകൾക്കും വലിയൊരു തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിദേശത്ത് നിന്ന് വൻതോതിൽ ഫണ്ട് കൈപ്പറ്റി ഇന്ത്യയിൽ മതം മാറ്റവും സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സഭാ സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മേൽ പൂർണ്ണമായ നിയന്ത്രണം കൊണ്ടുവരാൻ പുതിയ ഭേദഗതിയിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ബിൽ നിയമമാകാതിരിക്കാൻ വലിയ തോതിലുള്ള പ്രതിരോധങ്ങളും ലോബിയിങ്ങും അണിയറയിൽ സജീവമാകാൻ സാധ്യതയേറെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യം കാണാൻ പോകുന്നത് വൻ രാഷ്ട്രീയ നാടകങ്ങളായിരിക്കും. വിദേശ ഫണ്ടിന്റെ ബലത്തിൽ പ്രവർത്തിക്കുന്ന സഭാ നേതൃത്വങ്ങൾ നേരിട്ട് തെരുവിലിറങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ധൈര്യം കാണിക്കുമോ, അതോ പതിവ് പോലെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധങ്ങളായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളെ ഇളക്കിവിട്ട് പിന്നിൽ നിന്ന് കളിപ്പിക്കുമോ എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ മുൻനിർത്തി പാർലമെന്റിൽ ബഹളമുണ്ടാക്കാനും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനും അവർ പരമാവധി ശ്രമിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന്റെ ഈ കടുത്ത നീക്കം പ്രതിപക്ഷ നിരയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സഭകളും NGOകളും കൈപ്പറ്റുന്ന വിദേശ ഫണ്ടിന്റെ ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഭയക്കുന്നവരാണ് ഇപ്പോൾ രംഗത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിലും പുറത്തും ഈ ബില്ലിനെ ചൊല്ലി വലിയ തർക്കങ്ങളും രാഷ്ട്രീയ ചേരിതിരിവുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.